ഞങ്ങൾ അഡലേഡിൽ നിന്ന് അയച്ച കാറ് 50 ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെയാണ് കെയ്ൻസിൽ കിട്ടണത്. അതിവിടെ ഒരു വെള്ളപ്പൊക്കം വന്ന കാരണം അവർ കാറ് ഇവിടെ അയക്കുന്നതിന് താമസം വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കാറ് കിട്ടി. ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പ് സെറ്റ് ചെയ്തു. അത് ക്രിസ്റ്റൽ കാസ്കേഡ് എന്ന് പറഞ്ഞ ഒരു വാട്ടർഫോളിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് കാണുന്നത്. നല്ല നമ്മുടെ നാട്ടിലെ പോലെയുള്ള മലകളും തെങ്ങും പ്ലാവും മാവും എല്ലാം. നമ്മുടെ നാട്ടിലുള്ള ഒരു മരവും നമുക്ക് ഇവിടെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. റബ്ബർ മാത്രം കണ്ടില്ല, പക്ഷേ റബ്ബർ എവിടെയെങ്കിലുമൊക്കെ കാണും. അപ്പോൾ ഇതേ ഞങ്ങളിവിടെ കെയ്ൻസിൽ വന്നതാട്ടോ. ഇതാ കെയ്ൻസ് എന്ന് പറഞ്ഞത് കെയ്ൻസിലൊരു വെള്ളച്ചാട്ടത്തിലാണ്. എൻ്റെ വണ്ടിയൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ വണ്ടി വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല എങ്ങോ ലേക്കിലോ സൗണ്ടേക്കാം. അപ്പോൾ അതിലൊരു ഫണ്ണി പാർട്ട് കണ്ടത് ഇത് കണ്ടോ. ഇത് ഇവിടെ ഒരു ബിവെയർ ഓഫ് സ്റ്റിങ്ങിങ് ട്രീ. അത് വിസിറ്റേഴ്സ് ആർ അഡ്വൈസ് ടു ബി ബിവെയർ സിവിയർ പെയിൻ ആൻഡ് ഡിസ്ട്രസ് ഉണ്ടാവുമെന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ ആ സാധനം ആക്ച്വലി എന്താണെന്ന് കണ്ടു കഴിഞ്ഞാൽ ചിരി വരും നമുക്ക്. ചുറികണ്ണാണ് അവർ ഉദ്ദേശിക്കണത്. ചുറികണ്ണത്തിനെ പേടിക്കണം എന്നുള്ള പോയിന്റാണ് പറയുന്നത്. ഇവിടെ ഒരു ബിഗ് സ്പൈഡർ ഇവിടെ ഇതുണ്ട്. ഇതിൻ്റെ ബിഗ് സ്പൈഡർ ഇരിക്കണേണ്ട. സ്പൈഡർ ഇച്ചിരി മാറിയില്ല കാണാൻ പറ്റുള്ളൂ. നമ്മുടെ കേരളത്തിലുള്ളൊരു സ്പൈഡറാണ്. അപ്പോൾ അതിനെ കുഞ്ഞ് കണ്ട് ഞെട്ടിയിരിക്കണത്. നിന്റെ തോളത്ത് കണ്ട് ഷോൾഡറിൽ എന്തോ അക്കു ഓടിപ്പോയി. ഒരു വെള്ളച്ചാട്ടമുണ്ട്, നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. റെയിൻ ഫോറസ്റ്റ് അടി കുഞ്ഞു. കുഞ്ഞിട്ട് അവിടെ പോയിരുന്നു വേണമെങ്കിൽ. നമ്മളെ ഈ എല്ലാവരും വെള്ളം കുടിച്ചേർന്ന് കുടിക്കാൻ മടിയല്ലേ. അത് കാരണം അവർ കാണിച്ചിട്ട് എങ്ങനെ വെള്ളം കുടിക്കണമെന്ന്. കാരണം ഇത് ഈ ലിവർ ഞെക്കുമ്പോൾ ലിവറെ കാണിച്ചു കൊടുത്തേ. ഈ ലിവറിൽ പ്രസ് ചെയ്യുമ്പോൾ പയ്യെ വെള്ളം മുകളിലേക്ക് വരും. അപ്പോൾ ആരും കുടിച്ച ഗ്ലാസ്സോ ഒന്നും നമ്മൾ ടച്ച് ചെയ്യണ്ട. ഫ്രഷ് വെള്ളമായിട്ട് കുടിക്കാം. ഇത്ര കൺട്രോൾ ചെയ്ത് കുടിച്ചു കഴിഞ്ഞാൽ മേത്ത് ചാടാൻ നോക്കാം. കുഞ്ഞിന് വെള്ളം മേത്ത് ചാടണം. മുഴുവൻ ഈ സൈഡിൽ കൂടെ ഒരു ചെറിയ വാട്ടർഫോൾ കാണാം. ഇത് കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്ച്വലി. ഇത് കണ്ടോ, അങ്ങ് മുകളിലേക്ക് മല പോകുന്നുണ്ട്. ഇന്ന് കാണാം വലിയ മല എന്ന് വെച്ചാൽ നമ്മുടെ ഇടുക്കിയൊക്കെ പോലെ തന്നെ. ഇത് കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഇടുക്കി എന്നല്ല പറയുന്നത്. ഇടുക്കിയൊക്കെ വെൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞൊരു സംഭവം ഇത്. ഇതുണ്ട്, ഇവിടുന്ന് ആൾക്കാർക്ക് ഇറങ്ങി കുളിക്കാനായിട്ട് നല്ല കടവുണ്ടാക്കിയിട്ടേക്കും. കുളിക്കടവ് ഇതുണ്ട്. അവർക്ക് ഇങ്ങനെ ഇറങ്ങി നല്ല മണലിൽ നിന്ന് സുഖമായിട്ട് കുളിക്കാം. തെന്നണ്ട, തെന്നിത്തെറിക്കണ്ട. കണ്ടോ അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മുടെ തൊമ്മൻകുത്തം അല്ലെ അങ്ങനെയുള്ള ചെറിയ പുഴയൊക്കെ ഇങ്ങനെ ചെയ്ത നല്ല ഭംഗിയുണ്ട്. നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് കണക്ട് ചെയ്യുന്ന കുഞ്ഞ അരുവികൾ അങ്ങ് മുകളിൽ നിന്ന് മലയിൽ നിന്ന് വന്നതാണ്. ശരിക്കും കുടിക്കണ വെള്ളമായിരിക്കും. കുഞ്ഞിഷ്ടമായോടാ എടുക്കും. നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ പൈത്തൺ എന്തോരം വലുതാവും. ഇത് പൈത്തൺ ഭയങ്കര കോമൺ ആയിട്ടുണ്ട്. നമ്മൾ നടക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട സാധനമാണ് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ സ്ഥിരം കാണുന്ന നമ്മുടെ പല ആൾക്കാരുടെയും ഇഷ്ടഭക്ഷണമായിട്ടുള്ള കൊമോഡോ ഡ്രാഗൺ അല്ലേ അത്, ലേസ് മോണിറ്റർ ഉടുമ്പാണോ. പിന്നെ ഇത് വൈറ്റ് ടെയിൽഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ നിന്ന് നമുക്ക് നല്ല വാട്ടർഫോൾ ആക്ച്വലി ഇവിടുന്ന് കാണാം. ഫോട്ടോയിൽ അത്രയും ഗാംഭീര്യം ഉണ്ടോന്ന് അറിയില്ല, എങ്കിലും ഫോട്ടോ എടുത്തത് അത് കാരണം
അല്ല നമ്മൾ നടക്കാനായിട്ട് ഒരു വഴി നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കല്ലും പുല്ലും ഒക്കെ ഉണ്ടായിരുന്ന, പക്ഷെ അവരത് നന്നായിട്ട് സിമെന്റ് ചെയ്ത് സ്ലോപ്പ് ഇട്ട് വെള്ളം താഴത്തേക്ക് ഒഴുകിപ്പോകാനായിട്ടുള്ള സ്ലോപ്പ് ഇട്ട് നന്നായിട്ട് ചെയ്തേക്കണേ. തെന്നലുണ്ടോ? തെന്നലും ഇല്ല. ഡേഞ്ചറസ് ചെടി ഇതാണ് ചെറിയെണ്ണം. പിന്നെ അവർ പറഞ്ഞു ഏതാണ്ട് ആളെ ആശുപത്രി കൊണ്ടുപോകണം, എമർജൻസി ഫോൺ വിളിക്കാനൊക്കെ പറഞ്ഞു ഈ ചെടിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. ഒന്ന് തൊട്ട് നോക്കട്ടെ, ഒന്ന് പരീക്ഷ നോക്കട്ടെ, ഒന്ന് തൊട്ട് നോക്കിയാൽ. 5 minutes later. ഇവിടെ രണ്ടുപേരും ഓൾറെഡി വെള്ളത്തിലെ തവളകളായി. അക്കുത്തവള. മരത്തിന്റെ വേര് വന്നിക്കണേ കേട്ടോ. ആ വെള്ളം കുടിച്ച ആ മരങ്ങൾ മുഴുവൻ ജീവിക്കണേ. അങ്ങ് മോളിലാ വന്നെ മല, അങ്ങ് മുകളിലൊക്കെ മര കിട്ടുമോ? കല്ല് മാറി മുകളിൽ ആൾക്കാർക്ക് നിൽക്കാനോ നിന്ന് കാണാനായിട്ടൊരു വ്യൂ പോയിന്റ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ വെള്ളത്തിൽ ഇറങ്ങണ്ടെന്നുള്ളവർക്ക് അങ്ങനെ കാണാം. കണ്ട ആ വെള്ളച്ചാട്ടം, അതാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ. അപ്പൊ അവിടെയുള്ളവർ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ആ സൈഡിലുള്ള കല്ലിലൊക്കെ പായലുണ്ട്. ആ പായല് എന്നാൽ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുത്തെ കല്ലൊക്കെ നമ്മുടെ മാർക്ക് പോലത്തെ കല്ലുകളാണ്. അത് ഈ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും അവര് മരുന്നടിച്ച് പായൽ കളഞ്ഞായിരിക്കും. ഇത്രയും ടൂറിസ്റ്റ് വരുന്നത് കാരണം അത് തെന്നി പോകാതിരിക്കാനായിട്ട് പായലായിട്ട് കളഞ്ഞതാവാൻ ചാൻസ് ഒക്കെയാണ്. ഒരു അപകടമാണ്, എങ്കിലും അങ്ങനെ ചാൻസ് ഉണ്ട്. റെഡിമെയ്ഡ് പീസ് വരിക, നമ്മൾ നടുക്കുന്ന ഫിൽറ്റർ താക്കാം, ഒന്നും അത്രയ്ക്ക് നട്ട് പോയിട്ട് ഇപ്പോഴേ നമ്മുടെ പൂർവികരെയൊക്കെ ഓർക്കണതാണ്. ആ, പൂർവികരുടെ പ്രേതം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. മോളിൽ കയറിക്കാടി പറ്റുമെങ്കിൽ. പിന്നെ ബോക്സിലിടണം. നമ്മൾ വെള്ളത്തിലിറങ്ങിയപ്പോ കുഞ്ഞെ നാപ്പി അഴിച്ചു വെച്ചു. ഒത്തിരി അടുത്തേക്ക് വന്നോ അപ്പേ? കുറച്ചൊരു അടുത്ത് കണ്ടറിഞ്ഞു. അടുത്തിട്ടാണ് അപ്പയുടെ കേട്ടോ. സ്പെഷ്യലായിട്ടൊന്ന് ഓർത്തൊരു വീഡിയോ എടുക്കാൻ ഓർത്തിട്ടതാണ്. വേറെ ഒന്നുമല്ല, എല്ലാം ഒരു 10 അടി നടന്നു കഴിഞ്ഞാൽ വേസ്റ്റ് ബിന്നുണ്ട്. അത് അങ്ങനെ അവർ ആ ഒരു പ്ലാസ്റ്റിക് പോയിട്ട് ഒരു പോലെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിയ മീനുകൾ ഉണ്ടാക്കിയത്. ഞങ്ങൾ മുകളിൽ വന്നിട്ട് താഴത്തേക്ക് വന്നപ്പോൾ കണ്ടോ, ഇത് കണ്ടത് നോക്കിയാൽ കാണാം. ഇതൊന്നും അല്ല, ഇത് അതിൻ്റെ മീൻസ് അടങ്ങേണ്ടത്. കുഞ്ഞു കണ്ടോ ഈ മീനെ? ഇത് വലിയ മീൻ. കുഞ്ഞിൻ്റെ അടുത്തൊക്കെ മീനുണ്ടാവുന്നുണ്ട്.
ഇത് കാണിച്ചു തരണേട്ടെ. മീൻ പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്കിത് കണ്ട ഇത് തന്നെ ഹോട്ട് പ്ലേറ്റാണ്. ഈ ഹോട്ട് പ്ലേറ്റിലിരുന്ന് കുക്ക് ചെയ്ത് ഇവിടെ വെച്ച് തന്നെ കഴിക്കാം. അതല്ല പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുവന്നാലും നമുക്കിതിൽ കണ്ട ഹോട്ട് പ്ലേറ്റ് ഇവിടെ തന്നെ ആൾക്കാർ നടന്ന് ടയർഡായി കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാനായിട്ട് എല്ലായിടത്തും തന്നെ സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്. സ്റ്റെപ്പല്ല, ടേബിളും ചെയറും ഇട്ടിട്ടുണ്ട്.